കൊട്ടാരക്കര മുൻ എംഎൽഎ ഐഷ പോറ്റി ബിജെപി നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നതായി ബിജെപി കൊല്ലം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി വൈക്കൽ സോമൻ. ഈശ്വര വിശ്വാസിയായിരുന്ന ഐഷ പോറ്റിയെ പിന്നീട് നിരീശ്വരവാദിയാക്കിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ബിജെപിയുമായി ചർച്ച നടത്തിയതിന്റെ തെളിവുകൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പുറത്തുവിടുമെന്നും വൈക്കൽ സോമൻ വ്യക്തമാക്കി. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. ഇതൊരു ഒഴുക്കാണ്. ബി ജെ പിയിലേക്ക് ഐഷ പോറ്റി, ഞങ്ങൾ വരും കാലങ്ങളിൽ ഐഷ പോറ്റി ബി ജെ പിയുടെ നേതാവുമായിട്ട് തിരുവനന്തപുരത്ത് ചർച്ച നടത്തിയ ഫോട്ടോസ് ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. അത് നമുക്ക് വരുമ്പോൾ ഞങ്ങൾ കാണാം, ഇലക്ഷൻ സമയമാവട്ടെ. ഈശ്വര വിശ്വാസിയായിരുന്നിട്ടുള്ള ഐഷ പോറ്റി, ഈശ്വര വിശ്വാസത്തിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഐഷ പോറ്റി പിന്നീട് നിരീശ്വരവാദിയാക്കിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പോറ്റി എന്ന പേരിട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നാണ് ഐഷ വക്കീൽ പറഞ്ഞത്. ഇവിടെ എന്റെ അച്ഛൻ ഐഷ എന്നായിട്ട് എനിക്ക് പോറ്റി എന്നുള്ള പേര് തന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ പേരിടിയിൽ കർമ്മം വരെ നിർവഹിക്കുന്ന വർഗീയമായി ജാതീയമായിട്ടുള്ള ചേരുതിരിവിന് വേണ്ടി അല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. ഐഷ പോറ്റി ചർച്ച നടത്തി ഷാൾ സ്വീകരിച്ചിട്ടുള്ള ഫോട്ടോ വരുന്ന 2 ഇലക്ഷൻ ടൈമിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കാം. ബി ജെ പി ആയിട്ട് ചർച്ച നടത്തിയോ ഇല്ലയോ എന്നൊക്കെ ആയമ്മ പറയേണ്ടി വരും. അതിനുള്ള പ്രൂഫ് ഞങ്ങളുടെ വിഷയമുണ്ട്, ഞങ്ങൾ പറയാം. അത് അലസിയ കാര്യങ്ങളൊക്കെ ഇനി ചത്ത കുഞ്ഞിന്റെ ജാതകം വായിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഫോട്ടോ ഇറക്കാം, ഇത് എവിടെയാണ് ചർച്ച നടത്തിയെന്ന്. ഇതുപോലെ നിങ്ങൾക്കൊരു വിരുന്ന് നമ്മൾ ഒരുക്കുന്നുണ്ട്. ശരി, വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട്. മനോജ്, രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ ഒന്നായിരുന്നു ഐഷ പോറ്റിയുടെ CPM ബന്ധം മുറിച്ച് കോൺഗ്രസിലേക്ക് ചേർന്നത്. ഇപ്പോഴിതാ ഐഷ പോറ്റി BJPയുമായി അത്തരത്തിലൊരു ചർച്ച നടത്തിയിരുന്നു. BJPയിലേക്ക് വരാൻ തനിക്ക് താല്പര്യമുണ്ടെന്ന്. എന്തൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇക്കാര്യം പറയുന്നത്? ഒപ്പം ഐഷ പോറ്റിക്കെതിരെ അണിയറയിൽ ഒരു ബോംബ് തയ്യാറായിട്ടിരിപ്പുണ്ടെന്നാണോ BJP പറയുന്നത്? BJP കൊല്ലം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി വൈക്കൽ സോമനാണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. അതായത് കൊട്ടാരക്കര മുൻ MLA ആയിരുന്ന ഐഷ പോറ്റി CPMുമായി ഏറെക്കാലം ബന്ധമുണ്ടായിരുന്ന ഐഷ പോറ്റി പിന്നീട് പ്രവർത്തനത്തിൽ നിന്നും സജീവമല്ലായിരുന്നു. ഈ കാലത്ത് BJPയുമായി ചർച്ച നടത്തി എന്നുള്ള കാര്യമാണ് ഈ BJP നേതാവ് തന്നെ പുറത്തു വിടുന്നത്. അതായത് തിരുവനന്തപുരത്ത് ഓഫീസിലെത്തി ചർച്ച നടത്തിയെന്നും അവിടെ വെച്ചുള്ള ഫോട്ടോസ് കയ്യിലുണ്ടെന്നും പറയുന്നുണ്ട്. എന്തായാലും ഐഷ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം സീറ്റ് നൽകുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തർക്കങ്ങളൊക്കെ നിലനിന്നിരുന്നു. ആ സമയത്താണ് പിന്നീട് അത് കോൺഗ്രസിലേക്ക് ചേക്കേറുന്നത്. കോൺഗ്രസിൽ വലിയ സ്വീകരണമൊക്കെ നൽകി ഐഷ പോറ്റിയെ സ്ഥാനാർത്ഥിയാക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ BJP നേതാക്കളുമായി ഐഷ പോറ്റി ചർച്ച നടത്തിയിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത്. ഈശ്വര വിശ്വാസിയായിരുന്ന ഐഷ പോറ്റിയെ പിന്നീട് നിരീശ്വരവാദിയാക്കിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി വ്യക്തമാക്കുന്നുണ്ട്. ഈ പലതരത്തിലും, അതായത് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം നടന്ന സാഹചര്യത്തിൽ തന്നെ പിന്നീട് അത് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ CPMനെ സംബന്ധിച്ചിടത്തോളം ഐഷ പോറ്റി പ്രവർത്തനത്തിൽ സജീവമല്ല എന്ന് പറഞ്ഞു. പിന്നീട് ഒരു രാഷ്ട്രീയത്തിലേക്കും ഇല്ല എന്ന് പറഞ്ഞ ഐഷ പോറ്റി ഒന്നിനും ഒരു പരിപാടിക്ക് പോലും പങ്കെടുത്തിരുന്നില്ല. അതിന് പിന്നാലെയാണ് തിരുവനന്തപുരത്തേക്ക് എത്തി കോൺഗ്രസ് നേതാക്കളെ കാണുന്നത്, പിന്നീട് കോൺഗ്രസിലേക്ക് ചേക്കേറുന്നതും. ഈ ഒരു സാഹചര്യത്തിൽ BJP നേതാക്കളുമായി ചർച്ച നടത്തി എന്നുള്ള ഒരു കാര്യം തെളിവുകൾ സഹിതം പുറത്തുവിടും എന്നുള്ളതാണ് ഇപ്പോൾ BJPയുടെ കൊല്ലം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയെ മുൻനിർത്തിയാണ് കോൺഗ്രസിന്റെ ഒരു ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതേസമയം തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം CPMനെ ഐഷ പോറ്റിയുമായി ഒരുപാട് സംസാരിച്ചെങ്കിലും പിടിച്ചു നിർത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം മഹിളാ കോൺഗ്രസിന്റെ അടക്കം നേതാവായിരുന്ന രശ്മി BJPയിലേക്ക് ഈയിടെയാണ് വന്നിട്ടുള്ളത്. അത്തരത്തിൽ നിരവധി നേതാക്കൾ BJPയിലേക്ക് വരുന്നുണ്ട്. അത് തന്നെയാണ് ആദ്യം പറഞ്ഞു തുടങ്ങുന്നതും. ഒരു ഒഴുക്ക് അത് BJPയിലേക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ കോൺഗ്രസിൽ നിന്നായാലും കമ്മ്യൂണിസ്റ്റിൽ നിന്നായാലും നിരവധി നേതാക്കൾ BJPയിലേക്ക് എത്തുന്നു. വികസനം ശ്രദ്ധിക്കുന്നവർ അവരാണ് കൂടുതലും ഇത്തരത്തിൽ BJPയോട് അടുക്കുന്നതെന്നും ഈ ജില്ലാ ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി മനോജ്, എന്തായാലും ഈ അടുത്തിടെയായി കൊട്ടാരക്കര ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്കൊക്കെ ചൂട് പിടിച്ച ഒരിടം കൂടിയായിരുന്നു. എന്തായാലും ഇപ്പോൾ കൊട്ടാരക്കര മുൻ MLA ഐഷ പോറ്റി BJP നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നതായാണ് BJP കൊല്ലം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ ഇതിനുള്ള വ്യക്തമായ തെളിവുകൾ പുറത്തുവിടുമെന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. കൊല്ലത്ത് നിന്ന് മനോജാണ് ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.